അടർത്തിയെടുക്കാൻ 2021 തന്നെ ഗൂഢാലോചന നടന്നുവെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഗൂഢാലോചന ഇപ്പോൾ വ്യക്തമായി. ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഞങ്ങൾക്ക് വിഷയമേ അല്ലെന്നും നിലമ്പൂരിൽ LDF ജയിക്കുമെന്നും TP രാമകൃഷ്ണൻ. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ നിലമ്പൂർ അസംബ്ലി മണ്ഡലം കഴിഞ്ഞ 2016-ലും 2021-ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത്. 2021-ലെ തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ടിന്റെ കുറവുണ്ടായി. എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർധനമാണ് വരുന്നത്. ഇവിടെ അല്പം വോട്ട് കുറവിയേക്കാനുള്ള കാരണം പിന്നീട് വ്യക്തമായല്ലോ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി തുടർന്നിരുന്നയാളെ ഈ മുന്നണിയിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോകുന്നതിനും മുന്നണിക്കെതിരായി മാറ്റുന്നതിനും വേണ്ടിയുള്ള വൻ ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചനയാണ് ഇപ്പോൾ എല്ലാ മേഖലകളും ലംഘിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് അനുഭവം. അപ്പൊ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചേരിയിൽ ഉറച്ചു നിന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. ചില സന്ദർഭങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല സന്ദർഭങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന സന്ദർഭങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ വിജയം കൈവരിച്ചിട്ടുണ്ട്. അങ്ങനെ വിജയത്തിന്റെ ചരിത്രമുള്ള ജനങ്ങളുടെ നിശ്ചയദാർഢ്യമുള്ള ഒരു മണ്ഡലം തന്നെയാണ് നിലമ്പൂർ അസംബ്ലി മണ്ഡലം. ഈ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പന്മാരുമായി വന്നു. ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിന് ആവർത്തിച്ച് അംഗീകാരമുണ്ടാക്കുന്നതിന് ഉയർന്ന രാഷ്ട്രീയ ബോധത്തോടുകൂടി നിലപാടെടുക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. LDFന് വിജയ ചരിത്രമുള്ള മണ്ഡലമാണ് നിലമ്പൂർ. 2016-ലേക്കാൾ 2021 നിലമ്പൂരിൽ LDFന് വോട്ട് കുറഞ്ഞുവെന്നും ഇത്തവണ മികച്ച വിജയം നേടുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. CITU ഏരിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച് വരുമാനം കൂട്ടുവാൻ സർക്കാർ ശ്രമിക്കുകയാണ്. കേന്ദ്രം കൂടുതൽ തുക നൽകുന്നതിന് മുൻപ് സംസ്ഥാനം വരുമാനം കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. സർക്കാർ പ്രതിനിധികളും സമരക്കാരും തമ്മിൽ 5 ഘട്ട ചർച്ചകൾ നടന്നു. എന്നാൽ ചർച്ചകളിൽ തീരുമാനമായില്ല. വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകും. ചില സമരക്കാർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ആരോപണം. അംഗനവാടി ജീവനക്കാരുടെ പെൻഷൻ നൽകാൻ തീരുമാനമായതായും അദ്ദേഹം പറഞ്ഞു. CITU ജില്ലാ സെക്രട്ടറി VP സക്കറിയ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി VP അനിൽ, ജോർജ് കാന്റണി, V ശശികുമാർ, PK സൈനബ, P രാധാകൃഷ്ണൻ, M വിശ്വനാഥൻ, P സഹീർ, D വെങ്കടേശ്വരൻ, E പത്മാക്ഷൻ, P ശിവാത്മജൻ, MR ജയചന്ദ്രൻ, K മോഹനൻ, ജമീല, ഷബിന V, മാത്യു കാരവേലി എന്നിവർ സംസാരിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.